നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അമേരിക്കൻ ജനത എല്ലാ വർഷവും നവംബർ 24 താങ്ക്സ് ഗിവിംഗ് ഡേ ആയി വേർതിരിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന പതിവുണ്ട്. ദൈവം ചെയ്ത നന്മകൾക്കായി എല്ലാവരും നന്ദി പറയേണ്ടുന്നവരാണ്. യേശു സ്വർഗസ്ഥനായ പിതാവിന് നന്ദി പറഞ്ഞതായി യോഹന്നാൻ 11:41 വായിക്കുന്നു. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട പിതാവായ ദൈവത്തിന് യേശു നന്ദി പറഞ്ഞുകൊണ്ട് പറയുന്നതാ ഈ വാചകം. പുത്രനായ ദൈവം പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുവെങ്കിൽ നാം എത്രയധികം നന്ദി പറയേണ്ടുന്നവരാ. ജീവിതത്തിലെ അവിസ്മരണീയ സന്ദർഭങ്ങളിൽ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് എല്ലായ്പ്പോഴും വായിക്കുന്ന സങ്കീർത്തനമാണ് 103. നമ്മളുണ്ടാകുന്ന സന്തോഷ സന്താപ വേളകളിൽ എല്ലാം ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ നന്മകളെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ട് അവയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനെ സ്തുതിക്കുവാനും നമ്മെ സഹായിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം ചെയ്ത നന്മകൾ നമ്മിലുണ്ടായിട്ടുള്ള തിന്മകളെക്കാൾ എത്രയോ അധികമാണ്. അതുകൊണ്ട് വന്നുപോയ തിന്മകളെ മറന്ന് ദൈവം നൽകിയ നന്മകൾക്കായി നമുക്ക് നന്ദി പറയാം. നമുക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ വരുന്നവർക്ക് സാധാരണ നാം നന്ദി പറയാറുണ്ട്. മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിന് നന്ദി പറയുന്നവരാ നാം. മനുഷ്യൻ നൽകുന്ന സഹായത്തിന് നന്ദി പറയുമ്പോൾ അതിലെത്രയോ അധികം നന്ദി നാം ദൈവത്തിന് പറയണം. രാത്രി ഉറങ്ങുവാൻ പോകുന്ന നാം അതിരാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വലിയ അത്ഭുതമല്ലേ? നമ്മൾ ഉറങ്ങിയപ്പോൾ ഉറങ്ങാതെ നമ്മുടെ പ്രാണനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ ദൈവമല്ലേ? അതുകൊണ്ടല്ലേ രാവിലെ ഉണരുവാൻ നമുക്ക് കഴിയുന്നത്. ലഭിക്കുന്ന ദാനങ്ങൾക്കാണ് നാം നന്ദി പറയുന്നത്. അതുകൊണ്ട് ദാതാവ് ആരെന്ന് അറിയണം. അതോടൊപ്പം ദാതാവിനെ വിശ്വസിക്കുകയും വേണം. എല്ലാ നന്മകളുടെയും ഉറവിട യഹോവയായ ദൈവം ആണ്. ആ ദാതാവിലുള്ള വിശ്വാസമാണ് നമ്മെ നന്ദി ഉള്ളവരാക്കുന്നത്. 10 കുഷ്ഠരോഗികൾ സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യേശു കുഷ്ഠരോഗികളുടെ നിലവിളി കേട്ടു. യേശു 10 പേരെയും പുരോഹിതൻ്റെ അടുക്കിലേക്ക് അയച്ചു. പുരോഹിതൻ്റെ അടുക്കിലേക്കുള്ള യാത്രയിൽ തന്നെ 10 പേർക്കും സൗഖ്യം വന്നു. അവരിൽ ഒരുവൻ അന്യജാതിക്കാരനായിരുന്നു. തനിക്ക് ലഭിച്ച സൗഖ്യത്തിന് നന്ദി പറയുവാൻ അവൻ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. യേശുവിലുള്ള അവൻ്റെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കോസ് 17:19. കർത്താവ് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 പേരല്ലേ സൗഖ്യത്തിനായി പോയത്? 10 പേർക്കല്ലേ സൗഖ്യം വന്നത്? 9 പേർ എവിടെ? സ്വന്തം ജനം നന്ദി പറയാതിരുന്നപ്പോൾ നന്ദി പറയുന്ന അന്യജാതിക്കാരൻ. എന്തെന്ത് നന്മകളാണ് ദിനംതോറും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദാവീദ് പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. നമ്മളുടെ എല്ലാ ലംഘനങ്ങളെയും പാപങ്ങളെയും കർത്താവ് ക്ഷമിച്ചതുകൊണ്ടല്ലേ നാം ഇപ്പോൾ ജീവനോടിരിക്കുന്നത്.
നമ്മുടെ വിഹിതമായ പാപം മോചിച്ച് അവയെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞ ദൈവത്തിന് നമ്മളുടെ സ്നേഹം എത്ര വലുതാണ്. മീഖ 7:19. ഒരിക്കലും തിരികെ വരാത്ത വിധത്തിലാണ് അവൻ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്തത്. അതിന് നാം നന്ദി പറയേണ്ടവരല്ലേ? രോഗസൗഖ്യം ദൈവം നമുക്ക് നൽകിയ വേറൊരു നന്മയാണ്. അതിനും നാം നന്ദി പറയേണ്ടവരല്ലേ? അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുക. യെശയ്യാ 53:5. അവൻ നമുക്ക് നൽകിയ വലിയ ഒരു വാഗ്ദത്തം ഉണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15:26. നാശത്തിൽ നമ്മുടെ ജീവനെ വീണ്ടെടുത്തത് ദൈവത്തിന് ലഭിച്ച നന്മയല്ലേ? തൻ്റെ ജീവൻ ക്രൂശിൽ യാഗമായി നൽകിക്കൊണ്ട് അവൻ നമ്മുടെ ജീവനെ വീണ്ടെടുത്തത്. അവൻ നൽകിയ വീണ്ടെടുപ്പ് നിത്യമായ വീണ്ടെടുപ്പ്. യഹോവയായ ദൈവം തൻ്റെ ദയയും കരുണയും നമ്മെ അണിയിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 103:4 നാം വായിക്കുന്നു. അണിയിക്കുക എന്ന് പറയുമ്പോൾ ദയയും കരുണയും കിരീടമായി ചൂടിക്കുന്നുവെന്ന അർത്ഥം. തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നുവെന്ന് എബ്രായർ 2:7 വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ നന്മ ദർശിച്ചുകൊണ്ട് എല്ലാറ്റിനും നന്ദിയും സ്തോത്രവും അർപ്പിക്കണം. എണ്ണി തീർപ്പാൻ കഴിയാത്ത വിധത്തിലുള്ള നന്മകളല്ലേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 9:15. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയവും അത് പ്രകടിപ്പിക്കുവാനുള്ള മനസ്സും എനിക്ക് തരണമേ. ആമേൻ. പ്രാവശ്യമെൻ